ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ആദ്യമേ തന്നെ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. പിന്നെ ഇന്ന് എല്ലാതുപോലെ തന്നെ ഒരു പ്രത്യേക ദിവസമാണ്. ഇന്ന് ബോക്സിംഗ് ഡേ ആണ്, 26 ഡിസംബർ. സോ നമ്മൾ ഒരു ഷോപ്പിൽ പോകണം, DFOയിൽ പോകണം. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഷോപ്പിങ്ങിൻ്റെ കുറേ സെയിൽസ് ഒക്കെ ഉണ്ട്, നമുക്കത് കണ്ടിട്ട് വരാം. ഓക്കെ. ഈ വരുന്ന ആൾക്കാരൊക്കെ ഇതെല്ലാം ഷോപ്പിംഗ് കഴിഞ്ഞ് അവിടെ നിന്ന് വന്നവരാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നവർ ഇതെല്ലാം ഷോപ്പിങ്ങിന് വേണ്ടി പോകുന്ന ആൾക്കാരാണ്. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും കിറ്റും സാധനങ്ങളൊക്കെ കാണാം. നിങ്ങൾക്ക് ഫുള്ള് ഷോപ്പ് ചെയ്തിട്ട് വന്നിട്ടുള്ളവരാണ്. നമ്മളിപ്പോൾ DFOൻ്റെ അടുത്ത് നമ്മൾ എത്തിയേക്കാണ്. പൊന്നെ, ഒരു രക്ഷയില്ലാത്ത ക്യൂ ആണ്, ഫുൾ ക്രൗഡ്. ഇവരെല്ലാം സ്റ്റാമ്പ് ചെയ്യാൻ നിൽക്കുന്നവരാ. നമുക്ക് ഓരോ ലൈനിൽ കാണാൻ പറ്റും. ഇപ്പുറത്ത് നൈക്കിയുടെ ലൈനുണ്ട്, ഇപ്പുറത്ത് അഡിഡാസിൻ്റെ ഉണ്ട്, പ്യൂമയുടെ ഉണ്ട്. അതവിടെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് സൈഡിലൊക്കെ ഏത് ലൈനാണെന്ന്. ആ ലൈനിൽ പോയിട്ട് സ്റ്റാമ്പ് അടിക്കണം. സ്റ്റാമ്പ് അടിച്ചതിന് ശേഷമേ നമുക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് ആ പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ വേറെ ക്യൂവിൽ നിൽക്കണം നമ്മൾ. ഒരു രക്ഷയില്ല. അതിൻ്റെ ഉള്ളിൽ കയറാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്.
ശരിക്കും ഇതിന് പറയുന്നത് DFO എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഫാക്ടറി ഔട്ട്ലെറ്റ്സ് എന്നാണ് ഇതിന് പറയുന്നത് ഫുൾ ഫോം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്ലെറ്റിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ സ്റ്റോക്കെല്ലാം എക്സസ് സ്റ്റോക്കെല്ലാം വരുന്നത് റെഡ്യൂസ്ഡ് പ്രൈസിന് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ ബോക്സിംഗ് ഡേ ആയതുകൊണ്ട് സ്പെഷ്യൽ ഓഫേഴ്സൊക്കെ ഇട്ടിട്ട് അവരത് സെയിൽ ചെയ്യും. ഫുള്ള് നൈക്കിയുടെ ക്യൂ ആണ്. ആളുകളൊക്കെ ഫുള്ള് രാവിലെ തന്നെ വന്ന് നിൽക്കുന്നത് ഇവിടെ. രാവിലെ 7 മണിക്ക് ഇത് ഓപ്പൺ ചെയ്യുന്നതാണ് ഷോപ്പ്. എന്നിട്ടും ആൾക്കാർ ഫുൾ ക്യൂ ആണ്. രക്ഷയില്ലാത്ത ക്യൂ. ഈ പുറത്തുനിന്ന് ഒരു ക്യൂവിൽ നിന്നിട്ട് സ്റ്റാമ്പ് അടിക്കണം. സ്റ്റാമ്പ് അടിച്ചതിന് ശേഷം ഇവിടെ നിൽക്കണമല്ലോ ക്യൂ. ഈ ക്യൂവിൽ പിന്നെ നിൽക്കണം. അതിന് ശേഷം അവർ സ്റ്റാമ്പ് കാണിച്ച് കഴിയുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറ്റും. ഇപ്പോൾ 2 ക്യൂ നിന്നിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് എത്താൻ. അപ്പോഴേക്കും ഒരു 2-3 മണിക്കൂറൊക്കെ ആവും. അടിപൊളി. ഇവിടുന്ന് തുടങ്ങുന്ന നൈക്കിയുടെ ക്യൂ ഉണ്ടാവും. കോമഡി ഉണ്ട് ഇവിടെ. 7-ന് $599. ഇന്ന് 8-ന് വരുന്നത് $539. $60. 100 ഇപ്പോൾ $60 കുറവാണ്. 7 ഇപ്പം ഡിമാൻഡ് കൂട്ടില്ല. അതിൻ്റെ അതുകൊണ്ട് എന്താ സംഭവം എന്നറിയോ, 7-ന് ലെൻസ് ഇല്ലേ, ഈ സാധനം നമുക്ക് മാറ്റിയിടാം. 8-ന് ലെൻസ് മാറ്റാൻ പറ്റത്തില്ല. നമ്മുടെ ഒരു മച്ചാൻ ഒരു സാധനം എടുക്കാൻ വേണ്ടി വന്നേക്കുന്നത്. അവൻ നമുക്ക് വേണ്ടി പോസ്റ്റ് അത് അവിടെ നിൽക്കുന്നുണ്ട്. കട്ട പോസ്റ്റാണ് ഇവിടെ വന്നിട്ട് രാവിലെ വന്നതാണ് നമുക്ക് വേണ്ടി. നമ്മൾ വന്നപ്പോഴേക്കും 1 മണിയായി. അവൻ ആലോചിക്കുകയാണ് 8 ബ്ലാക്ക് എടുക്കണോ അതോ മാക്സ് എടുക്കണോ. ആ ഒരു കൺഫ്യൂഷനിലാണ്. മച്ചാനിപ്പോൾ ഡിസൈഡ് ചെയ്തോ? സ്റ്റിൽ കൺഫ്യൂഷൻ. നമ്മൾ മാക്സിലാണ് മച്ചാൻ്റെ ഒരു ഇത്. 8 വേണോ മാക്സ് വേണോ, 8 വേണോ മാക്സ് വേണോ, ആ ഒരു കൺഫ്യൂഷൻ. പിന്നെ ടോസ്റ്റ് ആവുന്നുണ്ട്. നമുക്ക് എണ്ണ വെക്കില്ല. 4 എണ്ണ, 2 എണ്ണ, 1 എണ്ണ, പെട്രോൾ. ഓക്കെ ഇതെടുത്തു. Memory card. It will be like 32. It will be $8, something like that. Yeah. Max. Thank you. To the camera. GoProന്റെ ഓണർ മുതലാളി GoPro Max എടുത്തു. കാശ് പോയി. അതെ ഇവിടെ ക്യൂ ഉണ്ടോ? എന്താ ഫുള്ളിക്ക് വെള്ളം മുടിഞ്ഞ ഇറങ്ങി.
ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ DFOയിലെ പരിപാടികളൊക്കെ ഇന്ന് കഴിഞ്ഞു. നടന്ന് മനുഷ്യൻ്റെ ഉപ്പാടായി. ഇവിടെ മുടിഞ്ഞ ക്യൂ ആയിരുന്നു. പല സ്ഥലത്ത് ഇപ്പോഴും ക്യൂ ആണ്. ആൾക്കാർ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റാമ്പിന് വേണ്ടി ഒരു ക്യൂ നിൽക്കണം. അതിനുശേഷം സ്റ്റാമ്പ് അടിച്ചതിന് ശേഷം ഉള്ളിൽ ഓരോ ബ്രാൻഡിന് സെപ്പറേറ്റ് വേറെ ക്യൂ ഉണ്ട്. അതിനുള്ളിൽ പോയി ആ സ്റ്റാമ്പ് കാണിച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ കയറാം. അപ്പോൾ അങ്ങനെ 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ട് വേണം ഉള്ളിൽ കയറാനായിട്ട്. ആൾക്കാർ ഇപ്പോഴും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ കാഴ്ചകളെല്ലാം നമ്മുടെ സുരേഷ് മച്ചാൻ ഇവിടെ വന്ന് കട്ട പോസ്റ്റായിരുന്നു. 10 മണിക്ക് വന്നു. 10 മണിക്ക് വന്ന് ഇവിടെ കയറിയതാണ്. നമ്മളാണെങ്കിൽ ഇതിൻ്റെ ഇവിടെ 1 മണിയായപ്പോഴേ എത്തിയുള്ളൂ. മച്ചാൻ അത്ര നേരം പോസ്റ്റ് എടുത്തു. നമുക്ക് വേണ്ടി കാത്തുനിന്ന്. അപ്പോൾ എന്നാലും നമ്മുടെ ഫുഡൊക്കെ അടിച്ച് നൈസായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.